ഹായ് ഗൈസ്, അപ്പോൾ ഇന്നോട്ടിട്ടൊരു പുതിയ ചലഞ്ച് തുടങ്ങുന്നു. കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ജിമ്മിലൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നോട്ടിട്ട് ഞാൻ ശ്രമിച്ചു നോക്കുകയാണ്, നടക്കുമോ നടക്കില്ല എന്നുള്ളത്. സാമ്പത്തികം ഒരു ഘടകമായതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് നമ്മുടെ പാർണൂർ വായനശാല ജിമ്മാണ്. പാർണൂർ വായനശാല ജിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കാണണ്ട സംഭവം, അത്യാവശ്യം സെറ്റിങ്സുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ അത് എല്ലാം ഒന്ന് ക്ലീൻ ആക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം. കാരണം അത് എല്ലാം അറേഞ്ചൊന്നും ചെയ്യാണ്ട് ആകെ കച്ചറയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനും കിച്ചും പിന്നെ ജെയിംസ് ചേട്ടനും കൂടിയിട്ട് ഒരു ദിവസം ഇരുന്നിട്ട് അത് ശരിയാക്കി. ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറച്ച് കാലമായി, ഒരു 5-6 മാസമായി. ആ വൃത്തിയാക്കിയ സമയത്ത് ഒരാഴ്ച 2 ആഴ്ച ആരംഭശൂരർ എന്ന് പറയില്ലേ, അതുപോലെ ഞങ്ങൾ കുറച്ച് കാലം പോയിരുന്നു. പിന്നെ അതിനുശേഷം ഇടയ്ക്കും തലയ്ക്കുമൊക്കെ വല്ലപ്പോഴൊക്കെ പോയി ഒന്ന് നോക്കും. പിന്നെ മടി കയറുമ്പോൾ അങ്ങനെ നിർത്തും അത്. പിന്നെ നമ്മൾ എപ്പോഴാണ് വീണ്ടും ജിമ്മിന് പോകണമെന്ന് നമുക്ക് തോന്നുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ സ്ഥിരം നോക്കണതല്ല. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ നമ്മൾ അത്ര പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല. വലിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പണ്ട് യൂസ് ചെയ്തായിരുന്ന ഏതെങ്കിലും ഷർട്ടൊക്കെ ഇടണ സമയത്ത് അത് ഭയങ്കര ലൂസായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. അയ്യോ, ഒരുപാട് ക്ഷീണിച്ച് പോയല്ലോ എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും തോന്നുന്നു ജിമ്മിലൊക്കെ പോയിട്ട് ഒന്ന് സെറ്റ് ആവണം. ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണ കാരണം ചിലപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വരുമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ 100 ഡേയ്സ് ചലഞ്ചാണ്, 100 ഡേയ്സ് ജിം ചലഞ്ചാണ്. അപ്പോൾ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, 100 ഡേയ്സിൽ എനിക്ക് എൻ്റെ ട്രാൻസ്ഫർമേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ഇതാണിപ്പോൾ എൻ്റെ ബോഡിയുടെ ഒരു ഷേപ്പും അവസ്ഥയും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമ്മൾ അത്രയും ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഇത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കണത്. എന്താ മാറ്റം വരുന്നത്, എത്രത്തോളം മാറ്റം വരുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും മാറ്റം വരും, കാരണം ഞാനിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ വീഡിയോ. ഇതും ഇതുപോലെ ഒരു ജൂൺ മാസത്തിലാണ്. ഇതുപോലെ തന്നെ നമുക്കൊരു പെട്ടെന്ന് ക്ഷീണിച്ചു എന്ന് തോന്നിയപ്പോൾ നമുക്ക് പോയി ജിമ്മിലൊക്കെ പോയിട്ടൊന്ന് സെറ്റ് ആവാന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയതാണ്. ഒരു പെട്ടെന്നൊരു മൊമെൻറ്റിൽ നമുക്ക് തോന്നില്ല, അതുപോലെ തോന്നിയിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എന്തായാലും നമുക്ക് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഗ്രീൻ പവർ ജിമ്മാണ്. അന്നും ഇതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ കാണുന്ന കണ്ണനൊക്കെ കൂടിയിട്ടാണ് പൈസ ഞങ്ങൾ കൊടുത്തുകൊണ്ട് പിന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നെ കൊണ്ടുപോയത്. പക്ഷെ ആ കൊണ്ടുപോകലിൽ ഞാൻ തുടങ്ങി അത്യാവശ്യം മാറ്റം, ഒരു മാസം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ആ അർജൻറ്റീനയുടെ കോപ്പ അമേരിക്ക ടീഷർട്ട് ഇട്ടിട്ട് നിൽക്കണില്ലേ, അതായിരുന്നു ഞാൻ വന്ന പോലെ, നല്ല മെലിഞ്ഞിട്ട്. അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളപ്പോൾ കോലാണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് ഉള്ള മാറ്റമാണ് ഇത്. ഇതൊരു 20 ദിവസം കൊണ്ട് വന്ന മാറ്റമാണ്. വീണ്ടും സാമ്പത്തികമായിട്ട് ഞെരുക്കം വന്നപ്പോൾ ഞാൻ അങ്ങനെ നിർത്തുകയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം.